നിങ്ങൾ ഷുഗർ ക്വിറ്റ് ചെയ്യാൻ പോകണോ? അല്ലെങ്കിൽ ഷുഗർ ക്വിറ്റ് ചെയ്യണമെന്ന് ഓർത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണോ? അപ്പോൾ ഈ വീഡിയോ തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ഷുഗർ ക്വിറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഒരു കറക്റ്റ് ഐഡിയ കിട്ടും. നിങ്ങളിവിടെ ആദ്യമായിട്ടാണെങ്കിൽ ഹായ്, വെൽക്കം ടു ആക്റ്റീവിയസ്. ഇത്ര വലിയ മൂവ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് എന്തൊക്കെ ഗുണമുണ്ടെന്നറിയോ? ഷുഗർ ടോട്ടലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് 24 hours നിങ്ങൾ 24 മണിക്കൂർ ഷുഗർ ഉപയോഗിക്കാതിരുന്നാൽ നിങ്ങളുടെ ബോഡിയിലുള്ള വാട്ടർ വെയിറ്റ് കുറയും. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിക്കുന്നത് പാൻക്രിയാസ് ആണ്. ബ്ലഡ് ഷുഗർ ഒരുപാട് കൂടുമ്പോഴാണ് പാൻക്രിയാസ് ഇൻസുലിൻ റിലീസ് ചെയ്യുന്നത്. അതുപോലെ ബ്ലഡ് ഷുഗർ ഒരുപാട് കുറഞ്ഞാൽ ഇത് ഗ്ലൂക്കഗോണിനെയും റിലീസ് ചെയ്യും. ഷുഗർ കഴിക്കാത്ത 24 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയും. എന്നിട്ട് പാൻക്രിയാസ് ഗ്ലൂക്കഗോണിനെ റിലീസ് ചെയ്യും. ഷുഗർ നമ്മുടെ ബോഡിയിൽ ഗ്ലൈക്കജനായിട്ടാണ് സ്റ്റോർ ആവുന്നത്. ബ്ലഡ് ഷുഗർ കുറയുമ്പോൾ ഈ ഗ്ലൂക്കഗോൺ ഗ്ലൈക്കജനെ ഇല്ലാതാക്കും. അപ്പോഴേക്കും നമ്മുടെ ബോഡിക്ക് ആവശ്യമായ എനർജി നമുക്ക് കിട്ടും. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എനർജി കിട്ടാൻ വേണ്ടി ഗ്ലൈക്കജനെ ഇല്ലാതാക്കുമ്പോഴാണ് ഇനീഷ്യലി നമ്മുടെ ബോഡിയിൽ വാട്ടർ വെയിറ്റ് കുറയുന്നത്. Day 2 നിങ്ങൾക്ക് നല്ല ക്ഷീണവും നല്ലപോലെ ഷുഗർ ക്രേവിങ്സും വന്നു തുടങ്ങും. ഷുഗർ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ബോഡി ഫാറ്റ്സും പ്രോട്ടീനും ഫ്യൂവൽ സോഴ്സായി യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഫാറ്റ്സ് കീറ്റോണായി മാറി എനർജി നൽകും. ഷുഗർ കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഹാപ്പി ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഡോപ്പമൈൻ ബോഡിയിൽ റിലീസാവും. പെട്ടെന്ന് ഷുഗർ ഇല്ലാതെ ആകുമ്പോഴത്തേക്കും പഴയതുപോലെ ബ്രെയിനിന് ഡോപ്പമൈൻ കിട്ടാതെ ആവും. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ഷീണവും ഷുഗർ ക്രേവിങ്സും തോന്നുന്നത്. കൊക്കൈനേക്കാൾ അഡിക്റ്റീവാണ് ഷുഗർ. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. ഇതിന് കാരണം ആനിമൽ സ്റ്റഡീസിൽ കൊക്കൈനേക്കാളും കൂടുതലും ഷുഗർ കൺസ്യൂം ചെയ്യുമ്പോഴാണ് അവർക്ക് ഡോപ്പമൈൻ റിലീസാവുന്നത്. Day 3 മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ വായിൽ ഒരു മെറ്റലിലേക്ക് ടേസ്റ്റ് വരും. അതുപോലെ തന്നെ ബാഡ് സ്മെല്ലായിരിക്കും. ഫാറ്റ്സ് കീറ്റോൺസായി മാറിയത് കൊണ്ട് തന്നെ അത് നമ്മുടെ ബോഡിയിൽ അസറ്റോൺ റിലീസ് ചെയ്യും. ഈ അസറ്റോണാണ് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ പുറത്തോട്ട് പോകുന്നത്. കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഇതുപോലത്തെ ബാഡ് സ്മെല്ല് കാണും നിങ്ങൾക്ക്. 5 to 10 days ഓഫ് നോട്ട് ഈറ്റിംഗ് ഷുഗർ. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നമ്മുടെ ബോഡിയിൽ 0 ഷുഗർ ആകുമ്പോഴുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഫ്രൂട്ട്സ് പോലും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തപ്പോൾ. ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത്. കാരണം നാച്ചുറൽ ഷുഗേഴ്സ് ആഡഡ് ഷുഗേഴ്സ് പോലെ അത്ര പ്രശ്നക്കാരല്ല. പിന്നെ നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ ഒഴിവാക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെയുള്ള ന്യൂട്രിയൻസ് ആണ് ഒഴിവാക്കുന്നത്. ഇനി ആഡഡ് ഷുഗേഴ്സ് അല്ലെങ്കിൽ റിഫൈൻഡ് ഷുഗേഴ്സ് മാത്രം ഒഴിവാക്കാനുള്ള ചേഞ്ചസാണ് ഇനി പറയാൻ പോകുന്നത്. 5 മുതൽ 10 ദിവസം വരെ നിങ്ങൾ ആഡഡ് ഷുഗേഴ്സ് ഒന്നും കഴിക്കാതിരിക്കുവാണെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സ് ഷുഗറിനോട് കുറച്ചുകൂടി സെൻസിറ്റീവ് ആവും. ഇത് കേട്ട് നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സത്യത്തിൽ ഷുഗർ കഴിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ഷുഗർ സെൻസിറ്റിവിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് അവർ പിന്നെയും അവരുടെ ഫുഡ്സിൽ ഷുഗർ ആഡ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ ഷുഗർ സെൻസിറ്റിവിറ്റി കൂടുമ്പോൾ തന്നെ കുറച്ച് ഷുഗർ തന്നെ പെട്ടെന്ന് സാറ്റിസ്ഫൈഡ് ആവും നമ്മൾ. ഇനി നിങ്ങളൊരു 2 months ഷുഗർ കഴിച്ചെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ബവൽ മൂവ്മെൻറ്റ്സിന് ഒരുപാട് മാറ്റങ്ങൾ വരും. എപ്പോഴും ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ, ക്രാംസ് ഒക്കെ വരുന്ന രോഗമാണ് IBS. 2 മാസം നിങ്ങൾ റിഫൈൻഡ് ഷുഗേഴ്സ് ഒഴിവാക്കുവാണെങ്കിൽ IBS പോലുള്ള രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. ഇനി ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്കിൻ ഒരുപാട് ഹെൽത്തിയർ ആവും. കാരണം നമ്മൾ ഷുഗർ കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ആക്നെ വരാൻ വളരെ ചാൻസസ് ഉണ്ട്. നമ്മൾ ഷുഗർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ഹെൽത്ത് ബെറ്റർ ആവും. ഇനിയിപ്പോൾ നിങ്ങൾ 1 വർഷം ഷുഗർ കൺസ്യൂം ചെയ്തില്ലെന്ന് വിചാരിക്കുക. കൺഗ്രാറ്റ്സ്, യു ആർ എ ലെജൻഡ്. ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺ നല്ലപോലെ ഇമ്പ്രൂവ് ആവും. സർക്കേഡിയൻ റിതം എൻ്റെ കറക്റ്റ് പേസ് തന്നെ ആവും. അങ്ങനെ ഷുഗർ ഒഴിവാക്കി നിങ്ങളൊരു കൺസിസ്റ്റൻറ്റ് ലൈഫ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ, ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ്, ഒബീസിറ്റി ഇതുപോലത്തെ അസുഖങ്ങൾ വരാനുള്ള റിസ്ക് ഓൾമോസ്റ്റ് ഇല്ലാതെയാവും. ഇപ്പം തന്നെ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ 57% അൺഹെൽത്തി ആൾക്കാരുടെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവായി. നമ്മുടെ നാട്ടിൽ നടത്തിയ സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഓൾമോസ്റ്റ് 46% ഷുഗർ വരുന്നത് സോഡയിൽ നിന്നാണെന്നാണ്. ഈ പെപ്സി, സ്പ്രൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കുടിക്കുന്നത് 3/4 വരുന്നത് ഷുഗറാണ്. സോ എനിക്ക് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്, സ്റ്റാർട്ടിങ് ഡേയ്സിൽ നിങ്ങൾക്ക് ഷുഗർ കട്ട് ചെയ്യാൻ വളരെ ടഫായിരിക്കും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല എനർജിയും ക്ലിയർ സ്കിന്നൊക്കെ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ ഈ ലൈഫ് സ്റ്റൈൽ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി. നിങ്ങളുടെ ഫിറ്റ്നസ്സും ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ആക്കാൻ നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ കാണും. അപ്പോൾ ഗൈസ്, ബൈ.